Hi everyone, welcome back to my classroom. Today's topic is flexible budget. First, the steps included in the preparation of flexible budget. First step is identify the relevant range of activity. Second is classify cost according to variability. That is, third one is determine the variable cost, determine the fixed cost and determine the semi-variable cost. And finally, prepare budget for selected level of activity. Flexible budget prepare ചെയ്യുമ്പോൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് റെലവൻ്റ് ആയിട്ടുള്ള റേഞ്ച് ഓഫ് ആക്ടിവിറ്റി ഏതാണെന്നുള്ളതാണ്. ശേഷം നമ്മൾ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യണം. വാരിയബിലിറ്റിയുടെ ബേസിൽ ഫിക്സഡ്, വാരിയബിൾ, സെമി വാരിയബിൾ അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ഏതൊക്കെയാണ്, വാരിയബിൾ കോസ്റ്റ് ഏതൊക്കെയാണ്, സെമി വാരിയബിൾ കോസ്റ്റ് ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കും. അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അത് പ്രിപ്പയർ ചെയ്യുന്നത് ലെവൽ ഓഫ് ആക്ടിവിറ്റിയുടെ ബേസിലാണ്. ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് കപ്പാസിറ്റിയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിൽ ഓരോ ബഡ്ജറ്റും ഡിഫറെൻ്റ് ആയിരിക്കും എമൗണ്ട്. ഓക്കെ, ഓരോന്നിലും വരുന്ന എക്സ്പെൻഡിച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. The most important point to be kept in mind while preparing flexible budget is that fixed cost and fixed total remain constant. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും റിമെയിൻ കോൺസ്റ്റൻറ്റ് ഫോർ ഓൾ ദി ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഇപ്പോൾ 50% കപ്പാസിറ്റിയാണ് യൂസ് ചെയ്യുന്നത്, അല്ല 60% ആണ്, അതല്ലെങ്കിൽ 80 ആണ്, അതല്ലെങ്കിൽ 100% ആണ്. ഏത് ലെവൽ ഓഫ് കപ്പാസിറ്റി ആണ്, ആക്ടിവിറ്റി ആണ് ചെയ്യണതെങ്കിൽ പോലും അവിടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കും, മാറില്ല. ടോട്ടൽ എമൗണ്ട് അതായത് 1 lakh rupees ആണെങ്കിൽ 1 lakh rupees തന്നെ ആയിരിക്കും. ഓക്കെ, പക്ഷെ അതിൻ്റെ പെർ യൂണിറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് ഫിക്സഡ് കോസ്റ്റ്, അതിൽ 10,000 ആണ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു യൂണിറ്റിന് അവിടെ എത്ര വരുള്ളൂ, 1 lakh rupees ഡിവൈഡഡ് ബൈ 10,000 അങ്ങനെയാണ് വരിക. അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര രൂപയാണെന്നുള്ളത് കിട്ടും. അതുപോലെ 20,000 ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 20,000 ചെയ്യുക. അപ്പോൾ നമുക്ക് പെർ യൂണിറ്റ് ഡിഫറെൻ്റ് ആയിക്കൊണ്ടേയിരിക്കും, എമൗണ്ട് മാത്രമാണ് ഒരേ എമൗണ്ട് വരിക. ഓക്കെ, ദെൻ വൈൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ചേഞ്ച്. നമ്മളിപ്പോൾ പറഞ്ഞു ഫിക്സഡ് ആണത് കേട്ടോ, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ്, ഫിക്സഡ് കോസ്റ്റ് ആണത്. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ചേഞ്ച്. പെർ യൂണിറ്റ് ആണെങ്കിൽ അതെന്താണ്, വിൽ ചേഞ്ച് ഫോർ ഡിഫറെൻറ്റ് ലെവൽസ്. ദെൻ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസസ് വെൻ ദി ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കൂടും, ലെവൽ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറയുന്നതിനനുസരിച്ച്, ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറയുകയും ചെയ്യും. ഓക്കെ, അതേപോലെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വാരി ചെയ്തുകൊണ്ടേയിരിക്കും. 1 ലക്ഷം രൂപയാണ് ഫസ്റ്റ് ഇയറിലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് കപ്പാസിറ്റിയിൽ അത് 1,50,000 ആവാം, അല്ലെങ്കിൽ 80,000 ആവാം. ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും എമൗണ്ട്. പക്ഷേ പെർ യൂണിറ്റ് എപ്പോഴും ഒന്നായിരിക്കും. പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 10 ആണെങ്കിൽ ലെവൽ ഓഫ് കപ്പാസിറ്റി അല്ലെങ്കിൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി എത്രയായാലും ശരി, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ആ 10 രൂപ തന്നെ ആയിരിക്കും. 10,000 യൂണിറ്റ് ആണെങ്കിൽ 10,000 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എത്ര വരും, 1 lakh വരും. 20,000 യൂണിറ്റ് ആണെങ്കിൽ 2 lakh വരും. അപ്പോൾ അങ്ങനെ പെർ യൂണിറ്റ് എപ്പോഴും എന്തായിരിക്കും, ഒന്നായിരിക്കും കോസ്റ്റ്. വലിയ എമൗണ്ട് കാണിക്കുമ്പോൾ, ടോട്ടൽ എമൗണ്ട് കാണിക്കുമ്പോഴാണ് അവിടെ ഡിഫറെൻ്റ് വരിക. ഓക്കെ, ഇനി പ്രിപ്പയർ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് അറ്റ് 80% ആൻഡ് 100% ആക്ടിവിറ്റി ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ അറ്റ് 50% കപ്പാസിറ്റിയിലാണ് ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്. അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ 50% കപ്പാസിറ്റി യൂസ് ചെയ്യുമ്പോൾ 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 50 വെച്ചിട്ടുള്ള ഇൻഫർമേഷനെ നമുക്ക് 80-ലോട്ടും 100%-ലേക്കും കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ നമ്മൾ ഈ 3 കപ്പാസിറ്റിയിലും അതിനകത്ത് കാണിച്ചോളുക. ഓക്കെ, ദെൻ റോ മെറ്റീരിയൽ കോസ്റ്റ് ഒരു യൂണിറ്റിന് 80 രൂപയാണ്. ഡയറക്റ്റ് ലേബർ ഒരു യൂണിറ്റിന് 50 rupees ആണ്. എക്സ്പെൻസസ് എന്ന് പറയുന്നത് 15 rupees പെർ യൂണിറ്റ്. ഫാക്ടറി എക്സ്പെൻസ് എന്ന് പറയുന്നത് 50,000 rupees ആണ്. അതിൽ 50% വാരിയബിളും ബാക്കി 50% ഫിക്സഡും ആയിരിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിൽ 60,000-ൽ 60% വാരിയബിളും ബാക്കിയുള്ള 40% ഫിക്സഡും ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫിക്സഡ് ഫാക്ടറി എക്സ്പെൻസിൽ ഫിക്സഡും വേറെ കാണിക്കണം, വാരിയബിളും നമ്മൾ വേറെ വേറെ കാണിക്കണം. ഫിക്സഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ 50,000 50% 50% എന്ന് പറയുന്നത് 25,000 ആണ്.
അല്ലേ? ഈ 25,000 തന്നെയാണ് എല്ലാ ലെവലിലും വരിക. അത് 80% ആണെങ്കിലും 100% ആണെങ്കിലും ഫിക്സഡ് എക്സ്പെൻസ് എമൗണ്ടിൽ മാറ്റം ഉണ്ടാവുമോ? ഇല്ല. 20,000 തന്നെയാണ് എല്ലാ ലെവൽസിലും വരിക. പക്ഷേ ഇതിൽ വാരിയബിൾ ഫാക്ടറി എക്സ്പെൻസ് വ്യത്യാസം ഉണ്ടാവും. ഫസ്റ്റത്തെ 50% കപ്പാസിറ്റിയിൽ ബാക്കി 25% തന്നെയാണ് വാരിയബിൾ വരുന്നത്. പക്ഷേ 80-ലും വ്യത്യാസം ഉണ്ടാവും, അതേപോലെ 100%-ലും വ്യത്യാസം ഉണ്ടാവും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 20,000 റുപ്പീസാണ് ആ വാരിയബിൾ കോസ്റ്റ് ഇവിടെ വരുന്നത്, അല്ലേ? 50% കപ്പാസിറ്റി ആവുമ്പോൾ വാരിയബിൾ കോസ്റ്റ് 25% ആണ്, 25,000 ആണ് വരുന്നത്. 25,000 ഡിവൈഡഡ് ബൈ 5,000 യൂണിറ്റ്, അപ്പോൾ നമുക്ക് 5 റുപ്പീസ് കിട്ടും. അപ്പോൾ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് 5 രൂപ കിട്ടി. ഈ 5 രൂപയായിരിക്കും ഏത് ലെവൽ ഓഫ് പ്രൊഡക്ഷനിലും, അതായത് യൂണിറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്, അതെപ്പോഴും ഒരേപോലെ ആയിരിക്കും, റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. എമൗണ്ട് മാത്രമാണ് വാരി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എമൗണ്ട്, ഫിക്സഡ് കോസ്റ്റിൻ്റെ എമൗണ്ട് 25,000 എപ്പോഴും ഒന്നായിരിക്കും. അതേപോലെ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും 5 രൂപയായിരിക്കും. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിൻ്റെ കേസിലാണെങ്കിൽ 60% വാരിയബിൾ, ബാക്കി 40% എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, അല്ലേ? 40% എന്ന് പറയുമ്പോൾ 24,000 ആണ് ഇവിടെ ഫിക്സഡ് വരുന്നത്. ബാക്കിയുള്ളത് 36,000 എന്ന് പറയുന്നത് വാരിയബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ എമൗണ്ട് അറിയണമെങ്കിൽ, പെർ യൂണിറ്റ് അറിയണമെങ്കിൽ എന്ത് ചെയ്യുക? വാരിയബിൾ കോസ്റ്റ് 36 ആണ്. 36 ഡിവൈഡ് ബൈ 5 വെച്ചിട്ട് 7.20 വരും. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇത്രയും ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. ഹെഡിങ് നമ്മൾ കൊടുക്കുന്നു ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. നമുക്ക് തന്ന ഇൻഫർമേഷൻ 50% കപ്പാസിറ്റിയിലാണ്. അപ്പോൾ നമുക്കത് ആദ്യം എഴുതണം. 80% കപ്പാസിറ്റി എഴുതണം, 100% കപ്പാസിറ്റിയും കാണിക്കണം. അപ്പോൾ ഇവിടെ 50% കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 5,000 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഈ 5,000 യൂണിറ്റ് 50% കപ്പാസിറ്റി ഉള്ളപ്പോഴാണ് അതിനെ 80-ലോട്ട് നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എഴുതിയെടുത്തോ. 80%ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അതായത് 5,000 എന്ന് പറയുന്നത് 50% കപ്പാസിറ്റി, നമുക്ക് അതിനെ 80-ലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇൻറ്റു 80 ഡിവൈഡഡ് ബൈ 50, അപ്പോൾ നമുക്ക് കിട്ടുക 8,000 ആണ്. ഓക്കെ, അപ്പോൾ 80% കപ്പാസിറ്റി ആണെങ്കിൽ 8,000 വരും. ഇനി 100-ലോട്ട് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുക? 5,000 എന്ന് പറയുന്നത് 50% കപ്പാസിറ്റിയാണ്, അതിനെ നമുക്ക് 100-ലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇതെന്ന് പറയുന്നത് എത്രയാണ്? 50% കപ്പാസിറ്റി. 100-ലോട്ട് നമ്മൾ തന്നെ കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 10,000 ആണ് കിട്ടുക. അങ്ങനെയാണ് നമുക്ക് ഈ യൂണിറ്റ്സുകൾ കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആണോ? 50% കപ്പാസിറ്റി ആണെങ്കിൽ 5,000 യൂണിറ്റ് ആണ്. 100% എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡബിൾ 10,000 യൂണിറ്റ്. 80%ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? 5,000 യൂണിറ്റ്സ് ഡിവൈഡഡ് ബൈ 50% അല്ലേ, ഇൻറ്റു 80-ലോട്ട് കൺവേർട്ട് ചെയ്യുക, ഇൻറ്റു 80, അപ്പോൾ നമുക്ക് 8,000 കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ യൂണിറ്റ്സുകൾ ആദ്യം കാണേണ്ടത്. യൂണിറ്റ്സ് ക്ലിയർ അല്ലേ? ഇനി റോ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് 80 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ലേബർ 50 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എക്സ്പെൻസ് 15 ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് 5,000 യൂണിറ്റ് ഇൻറ്റു 80 4 lakh, 5,000 യൂണിറ്റ് ഇൻറ്റു 50 2,50,000, 5,000 ഇൻറ്റു 15 75,000. അതേപോലെ 8,000 യൂണിറ്റ് ആണെങ്കിൽ 8,000 ഇൻറ്റു 80 6,40,000, 8,000 ഇൻറ്റു 50 4 lakh, 8,000 ഇൻറ്റു 15 1,20,000. എത്ര യൂണിറ്റ് ആണോ അത് ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ് ഉണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ 10,000 യൂണിറ്റ് ആണ്. 10,000 യൂണിറ്റ് ഇൻറ്റു 80 രൂപ വെച്ചിട്ട് 8 lakh. അതേപോലെ 10,000 യൂണിറ്റ് 50 രൂപ വെച്ച് 5 lakh. ദെൻ 10,000 15 റുപ്പീസ് വെച്ച് 1,50,000. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, എക്സ്പെൻസസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ, ഡയറക്റ്റ് കോസ്റ്റാണ് ഇതെല്ലാം, എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. 3 ലെവലിലും നമുക്ക് പ്രൈം കോസ്റ്റ് ആഡ് ചെയ്ത് കിട്ടി. ഈ 3 കൂടെ ആഡ് ചെയ്താൽ കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് ഫാക്ടറി കോസ്റ്റ് ആഡ് ചെയ്യണം. ഫാക്ടറി കോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഇവിടെ തന്നെ നിങ്ങൾ ഫിക്സഡ് വാരിയബിൾ എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അതായത് ഫാക്ടറി കോസ്റ്റ് നമ്മൾ കാണിക്കുമ്പോൾ ഫാക്ടറി കോസ്റ്റിൻ്റെ താഴെ ഫിക്സഡ് ആൻഡ് വാരിയബിൾ ഇങ്ങനെ കാണിക്കുക, അല്ലെങ്കിൽ ഫിക്സഡ് എത്രയെന്ന് കാണിക്കുക, വാരിയബിൾ എത്രയെന്ന് കാണിക്കുക. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നോട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് വരാം. ഓക്കെ, വർക്കിംഗ് നോട്ടിലൊന്ന് നോക്കൂ. 50% കപ്പാസിറ്റി, ഫാക്ടറി എക്സ്പെൻസ് 50,000 ആണ്.
അതിൽ 50% എന്ന് പറയുന്നത് പകുതി അല്ലേ, 50% ഫിക്സഡ് ആണ്, ബാക്കി 50% വാരിയബിളാണ്. വാരിയബിൾ എന്ന് പറയുമ്പോൾ പകുതി ഫിക്സഡുമാണ്, പകുതി വാരിയബിളാണ് എന്ന് വെച്ചാൽ അത് 50,000 ക്ലിയറായി. ഇവിടെ നമുക്ക് അറിയേണ്ടത് ഈ ഫിക്സഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് എല്ലാ കേസിലും, അതായത് അത് 50% കപ്പാസിറ്റി ആയിക്കോട്ടെ, 80% ആയിക്കോട്ടെ, 100 ആയിക്കോട്ടെ, ഈ ഫിക്സഡ് ഫാക്ടറി എക്സ്പെൻസ് എല്ലാത്തിലും ഒരേപോലെ ആയിരിക്കും. ഇതിനകത്ത് മാറ്റം ഉണ്ടാവില്ല. കാരണം എമൗണ്ടിൽ മാറ്റം വരാത്തത് കാരണം ഏത് ലെവൽ ഓഫ് ആക്ടിവിറ്റി ആയാലും ഇവിടെ ഇത് ഒരേപോലെ ആയിരിക്കും. ഇനി വാരിയബിളിൻ്റെ കേസ് ഒന്ന് നോക്കൂ. വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ കപ്പാസിറ്റിയിൽ 50% കപ്പാസിറ്റിയിൽ വാരിയബിൾ എന്ന് പറയുന്നത് 25,000 ആണ്, പകുതി വാരിയബിളാണ്. ഇതിൽ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്. ഏത് ലെവൽ ഓഫ് ആക്ടിവിറ്റി ആയാലും വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഒന്ന് തന്നെ ആയിരിക്കും, എമൗണ്ടിലാണ് മാറ്റം വരിക. അപ്പോൾ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 50% കപ്പാസിറ്റിയിൽ നമുക്കറിയാം 5,000 യൂണിറ്റ്സ് ആണെന്ന് അല്ലേ, പ്രോബ്ലം ചെയ്തു തുടങ്ങിയില്ലേ നമ്മൾ, 5,000 യൂണിറ്റ് അല്ലേ. അപ്പോൾ 25,000 ഡിവൈഡഡ് ബൈ 5,000, അപ്പോൾ 5 രൂപ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടിയോ? ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 5 രൂപ കിട്ടി. ഇതെപ്പോഴും കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ അത് 80% കപ്പാസിറ്റി ആണെങ്കിലും വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 5 രൂപയാണ്. 100% കപ്പാസിറ്റി ആണെങ്കിലും വാരിയബിൾ കോസ്റ്റ് എന്താണ്? 5 റുപ്പീസാണ്. അതിൽ മാറ്റമില്ലല്ലോ. അപ്പോൾ നമുക്കിനി കാണാം ഓരോന്നിൻ്റെയും ടോട്ടൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റത്തെ കേസ് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ 80% കപ്പാസിറ്റി ആണെങ്കിൽ 80% കപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റിൽ മാറ്റമൊന്നുമില്ല, അത് നമ്മൾ അതുപോലെ നമ്മൾ എഴുതിയെടുക്കുക 25,000. ഓക്കെ, വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 5 രൂപയാണെന്ന് നമുക്കറിയാം. ഇൻറ്റു 80% കപ്പാസിറ്റിയിൽ 8,000 അല്ലേ, അപ്പോൾ 40,000 വരില്ലേ. 8,000 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 40 രൂപ വരും, 40,000 വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 25,000 ഫിക്സഡും വാരിയബിൾ 40 കൂടെ ആഡ് ചെയ്യുമ്പോൾ 65,000 നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ ഫാക്ടറി എക്സ്പെൻസ് കിട്ടി. ഇവിടെ നമ്മൾ ഫാക്ടറി എക്സ്പെൻസ് അല്ലേ കാൽക്കുലേറ്റ് ചെയ്യണത് അല്ലേ, ഫാക്ടറി എക്സ്പെൻസിൻ്റെ ഫിക്സഡും വാരിയബിളാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി 100% ആണെന്നുണ്ടെങ്കിൽ 25,000 ഫിക്സഡ്, അത് ഫിക്സഡാണ്. വാരിയബിൾ 5 ഇൻറ്റു 10,000 50,000, രണ്ടും കൂടെ ആഡ് ചെയ്യുക. 50യും 25 75. അപ്പോൾ 100% കപ്പാസിറ്റിയിലും നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഫിക്സഡിൻ്റെ കൂടെ വാരിയബിൾ എങ്ങനെ കാണേണ്ടത്? വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു എത്രയാണോ യൂണിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25,000 40, 25,000 50. അപ്പോൾ നമുക്ക് ടോട്ടൽ രണ്ടും കിട്ടി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാം. നോക്കൂ, ഫാക്ടറി എക്സ്പെൻസ് 50 കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. 65 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായിട്ടുണ്ടാവും. 75 നമുക്ക് കിട്ടി. വർക്കിംഗ് നോട്ടിൽ കണ്ടില്ലേ. ഇനി പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി എക്സ്പെൻസ് ആഡ് ചെയ്താൽ നമ്മൾ അതിനെ വിളിക്കുന്നത് ഫാക്ടറി കോസ്റ്റ്, അതല്ലെങ്കിൽ വർക്ക് കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ്. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും ക്ലിയറായി. ഇനി നമുക്ക് അറിയേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്സാണ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിൽ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? 60% ആണ് എന്ത്? ക്വസ്റ്റ്യൻ നോക്കൂ, 60% വാരിയബിൾ, ബാക്കി 40% ആണ് ഫിക്സഡ്. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വർക്കിംഗ് നോട്ടിൽ നമുക്ക് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആണ് ഇനി ചെയ്യാൻ പോണത്. 50% കപ്പാസിറ്റിയിൽ 5000 യൂണിറ്റ് ആണ്. അതിൽ 60,000 നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ 40% ഫിക്സഡ് ആണ്, എന്ന് വെച്ചാൽ 24,000 ഫിക്സഡ് ആണ്. വാരിയബിൾ എക്സ്പെൻസ് ബാക്കിയുള്ള 36,000, അതായത് 60,000ൻ്റെ 60% എത്ര വരിക? 6 × 6 36 അല്ലേ, 36,000 ആണ് ബാക്കിയുള്ള വാരിയബിൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യണം? വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാണണം. വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കാണാൻ പറ്റും? 50% കപ്പാസിറ്റിയിൽ 5000 യൂണിറ്റ് അല്ലേ, 36,000 ആണ്, 3,60,000 അല്ല കേട്ടോ. 36,000 ഡിവൈഡഡ് ബൈ 5,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 7.20. 36,000 ഡിവൈഡഡ് ബൈ 5000 എന്ന് പറയുമ്പോൾ 7.20 ആണ് കിട്ടുക. വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്, എമൗണ്ടിലെ മാറ്റം വരുള്ളൂ, പെർ യൂണിറ്റ് ഒരേപോലെ ആയിരിക്കും. അപ്പോൾ 80% കപ്പാസിറ്റി ആണെങ്കിലും 100% കപ്പാസിറ്റി ആണെങ്കിലും ഒക്കെ വാരിയബിൾ കോസ്റ്റ് 7.20 ആയിരിക്കും, 7 രൂപ 20 പൈസ ആയിരിക്കും. ഫിക്സഡ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, 24,000 ആണ്, 40%.
ഫിക്സഡ് കോസ്റ്റ് 80% കപ്പാസിറ്റി ആകുമ്പോൾ ഇതാണ്, 90% കപ്പാസിറ്റി ആകുമ്പോൾ ഇതാണ്. ഇവിടെ ഒരു 0 ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്സ് ആണ് കേട്ടോ. 24,000 അതേപോലെ ഇവിടെ 24,000 വരും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ 24,000ൻ്റെ കൂടെ വാരിയബിൾ ആഡ് ചെയ്യേണ്ടേ. വാരിയബിൾ എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് 7.20 അല്ലേ, 7 രൂപ 20 പൈസ അല്ലേ. 8,000 യൂണിറ്റാണ് ഏത് കപ്പാസിറ്റിയിലുള്ളത്, 80% കപ്പാസിറ്റിയിലുള്ളത്. അപ്പോൾ നമുക്ക് 57,600 കിട്ടും. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 81,600 കിട്ടും. ഇനി 100% കപ്പാസിറ്റി ആണെങ്കിൽ 24,000, ഇവിടെ 24,000 ആണേ മറക്കണ്ട. 24,000ൻ്റെ കൂടെ നമുക്ക് 72,000 ആഡ് ചെയ്യണം. എങ്ങനെ 72,000 കിട്ടിയേ? 10,000 യൂണിറ്റാണ് 100% കപ്പാസിറ്റിയിൽ. അത് 7 രൂപ 20 പൈസ വെച്ച് നോക്കുമ്പോൾ 96,000 നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടും. അതായത് 7 രൂപ 20 പൈസ നമ്മൾ 72,000 കിട്ടും. 72,000 24,000 ഫിക്സഡ് ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 96,000 നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു 0ൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വർക്കിംഗ് നോട്ട് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് കണ്ടത് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് അതന്നെയല്ലേ 60, 81, 600, 96,000 എഴുതി. ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടിയത് 8,35,000, 13,06,600, 16,21,000. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് സാധാരണ എക്സാമിന് വരാറുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് പഠിക്കുക. അതിൽ ഫിക്സഡ് വാരിയബിൾ അവിടെ മാത്രമേ കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. ക്ലാസ് 2-3 പ്രാവശ്യം കാണുക. വർക്കിംഗ് നോട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. പ്രോബ്ലം ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ.